Next question from past adjustment. On 31st March 2019, the balance in the capital of Asha, Nisha, and Disha after making adjustment for profit and drawings were 1 lakh 50, 1 lakh 20, and 90,000. Subsequently, it was discovered that IOC and IOD had been omitted. അതായത് ഈ ആശയുടെയും നിഷയുടെയും ദിശയുടെയും ക്യാപിറ്റൽ അക്കൗണ്ട്സിന്റെ ബാലൻസ് തന്നിട്ടുണ്ട് 1 lakh 50, 1 lakh 20, 90. പിന്നീടാണ് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് IOCയും IODയും നമ്മൾ ചാർജ് ചെയ്യാൻ വിട്ടുപോയത്. അപ്പൊ നമ്മൾ IOC IODയും ചാർജ് ചെയ്യണം. അതായത് IOC അലൗ ചെയ്യുകയും IOD ചാർജ് ചെയ്യുകയും വേണം. അത് രണ്ടുമാണ് മിസ്റ്റേക്ക്, വിട്ടുപോയി. The partners were entitled to interest on capital at 10% and IOD also to be charged at 10%. Drawings Asha 50, Nisha 60 and Disha. Net profit 1 lakh ആണ്, റേഷ്യോ 2:1. അപ്പൊ നിങ്ങൾ ആദ്യം നന്നായി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, എന്തൊക്കെയാണ് ഇവിടുത്തെ മിസ്റ്റേക്സ്. ഇവിടെ ഇപ്പം നമ്മൾ വിട്ടുപോയതാണ് മിസ്റ്റേക്സ്, രണ്ടും വിട്ടുപോയത്, IOCയും IODയും നമ്മൾ വിട്ടുപോയതാണ്. അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് IOC കാൽക്കുലേറ്റ് ചെയ്യാം. IOC ആരാണ് ആദ്യം? ആശ. ആശയുടെ IOC എങ്ങനെ കാണാം? ഓപ്പണിംഗ് ക്യാപിറ്റൽ 1,50,000 ഇൻറ്റു 10%. എത്ര വരും? 1,50,000 അല്ലെ? ഇവിടെ നമുക്ക് മറ്റൊരു പ്രശ്നമുണ്ട്. കാരണം ഇവിടുത്തെ 1,50,000 എന്ന് പറയുന്നത് ഓൺ 31st March 2019 അല്ലെ? അപ്പൊ അത് ഓപ്പണിംഗ് ക്യാപിറ്റൽ അല്ല, ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ് അല്ലെ? അപ്പൊ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ഓക്കെ, IOC എപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇവിടെ IOC കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ മിസ്സിംഗ് ആണ്. അപ്പൊ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ ടേബിൾ വരയ്ക്കാം. കാൽക്കുലേഷൻ ഓഫ് ഓപ്പണിംഗ് ക്യാപിറ്റൽ എങ്ങനെ വരും? നമുക്കിവിടെ മൂന്നാളുടേത് ഒരുമിച്ച് ചെയ്യാം. ആശ, നിഷ ആൻഡ് ദിശ. നിഷ ആൻഡ് ദിശ, മൂന്ന് പേരുടേതും ഒരുമിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് അത് ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? ഓക്കെ, ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണ് നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ? ആശയുടേത് ക്ലോസിംഗ് ക്യാപിറ്റൽ വന്നിരിക്കുന്നത് 1,50,000. നിഷയുടേത് 1,20,000 ആൻഡ് ദിശയുടേത് 90,000. ഇങ്ങനെയാണ് നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ വന്നിരിക്കുന്നത്. ക്ലോസിംഗ് ക്യാപിറ്റൽ ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ്. നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ അല്ല വേണ്ടത്, ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ് വേണ്ടത്. ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് തന്നതുകൊണ്ടാണ് നമ്മൾ ഓപ്പണിംഗ് കണ്ടുപിടിക്കുന്നത്. അതിനോട് കൂടി നമ്മൾ എന്ത് കൂട്ടണം? ഡ്രോയിങ്സ് കൂട്ടണം. എല്ലാവരുടെയും ഡ്രോയിങ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 50,000 എത്ര വരും? 2 lakh ആണ് ടോട്ടൽ. ആൻഡ് നിഷയുടെ കേസിൽ 60,000, ഇപ്പൊ ടോട്ടല് 1,80,000. ദെൻ ദിശയുടെ ഡ്രോയിങ്സ് 30,000, അതിന്റെ ടോട്ടൽ വരുന്നത് 1,20,000. ഇങ്ങനെയാണ് നമുക്ക് ഡ്രോയിങ്സ് വന്നിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ലെസ് പ്രോഫിറ്റ് മൈനസ് ചെയ്യണം. പ്രോഫിറ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇതാണ്. എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പ്രോഫിറ്റ്? 1 lakh. അത് നമ്മൾ 3 പേർക്കും ഡിവൈഡ് ചെയ്തെടുക്കണം. ഏത് റേഷ്യോയില്? 2:1. അങ്ങനെ 1 lakh നമ്മൾ 3 റേഷ്യോയില് 3 പേർക്കും ഡിവൈഡ് ചെയ്തെടുത്താൽ 1 lakh rupees നമ്മൾ 2:1 റേഷ്യോയിൽ വീതിച്ചാൽ ഓരോരുത്തർക്കും കിട്ടുന്നത് ഫസ്റ്റ് വണ്ണിന് 40,000, സെക്കൻഡ് വണ്ണിനും 40,000 ആൻഡ് തേർഡ് ആൾക്ക് കിട്ടുന്നത് 20,000 ആയിരിക്കും. അപ്പൊ എങ്ങനെ വരും? 1 lakh വരും അല്ലേ? പിന്നെ ഇവിടെ 1,40,000. പിന്നെ ഇവിടെ എത്ര വരും? 1,80,000. ഇങ്ങനെയാണ് നമുക്ക് വരിക അല്ലേ? സോറി, 1,80,000 അല്ല, 1,60,000. ഇതാണ് നമ്മുടെ എന്ത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ തന്നെ നമുക്ക് IOC കണ്ടാലോ? ഒറ്റ ടേബിളിൽ തന്നെ കഴിയും. IOC എങ്ങനെ കാണും? 1,60,000 ഇൻറ്റു 10%. എത്രയാണ്? 16,000. അത് 16,000 വരും. ഇനി IOC ഓഫ് ദിശ കണ്ടാൽ 14,000 വരും. IOC ഓഫ് നിശയാണ് ആദ്യത്തെ 14,000. ഇത് എത്ര വരും? 10,000 വരും. അപ്പൊ എല്ലാവരും IOC നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഈ IOC എന്ത് ചെയ്യുക? ഇവിടെ എഴുതാം.
IOC എവിടെയാ വരിക പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ടില്? IOC വരുന്നത് ക്രെഡിറ്റിലാണ്, ബിക്കോസ് അത് ഗുണമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മള് ക്രെഡിറ്റിൽ എഴുതാം ഓരോരുത്തർ IOC 16,000, നിഷയുടെ കേസിൽ 14,000 ആൻഡ് ദിശയുടെ കേസിൽ 10,000. ഫേമിന്റെ കേസിൽ എത്രയാണ് ടോട്ടൽ വരുന്നത്? 16 + 14 30, 30 + 10 40. 40,000 ആണ് മൊത്തം ഡെബിറ്റിൽ വരിക. അവരെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതല്ല. ഇനി അടുത്ത മിസ്റ്റേക്ക് എന്താണ്? IOD. അപ്പൊ IOD നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. IOD കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യാം? IOD ആരതൊക്കെ നമുക്ക് 3 പേര് IOD കാണാനുണ്ടല്ലേ? അപ്പം ആശ, ആളുടെ ഡ്രോയിങ്സ് എത്രയായിരുന്നു? 50,000. പെർസെൻറ്റേജ് എത്രയാണ് ക്വസ്റ്റ്യനില്? അതും 10% ആണ്. 10%. ഇവിടെ നമ്മൾ എത്രയാണ് ഡേറ്റ് ഓഫ് വിഡ്രോവൽ തന്നിട്ടില്ല, എന്നാണ് വിഡ്രോ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് 6 മന്ത്സിന്റെ IOD ചാർജ് ചെയ്യാം. എത്ര വരും? 6 മന്ത്സിന്റെ IOD ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 2,500 ആശയുടേത്. ഇനി ഇതേപോലെ നമ്മൾ നിഷയുടെ കാണുകയാണെങ്കിൽ നിഷയുടെ ഡ്രോയിങ്സ് വരുന്നത് എത്രയാണ്? നിഷയുടെ ഡ്രോയിങ്സ് 60,000 ആണ്. അപ്പൊ 60,000 ഇൻറ്റു 10% ഇൻറ്റു 6/12 എത്ര വരും? 3,000 വരും. അതേപോലെ ദിശേന്റെ കാണാം. ദിശേന്റത് ഡ്രോയിങ്സ് എത്രയാ? ദിശേന്റെ ഡ്രോയിങ്സ് 30,000. സോ 30,000 ഇൻറ്റു 10% ഇൻറ്റു 6/12. അതിന് ആൻസർ വരും 1,500. അപ്പൊ നമുക്ക് IOD 3 പേർക്കും കിട്ടി. ഇനി IOD നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എടുക്കണം. IOD ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വരും, കാരണം അത് പാർട്ട്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു കാര്യമില്ല. അപ്പൊ നമ്മൾ IOD 2,500 ഡെബിറ്റ് ചെയ്യുക, 1,500 നിഷേന്റെ ഡെബിറ്റ് ചെയ്യുക, ആൻഡ് ലാസ്റ്റ് പേഴ്സൻ്റെത് അല്ല, നിഷേന്റേത് 3,000 അല്ലേ? നിഷേന്റെ 3,000 ഡെബിറ്റ് ചെയ്യുക, ആൻഡ് ദിശേന്റേത് 1,500 ചെയ്യാം. ഇപ്പൊ നമ്മൾ 2 മിസ്റ്റേക്സും നമ്മൾ തിരുത്തി. നമ്മൾ റെക്കോർഡ് ചെയ്യാത്ത 2 കാര്യങ്ങൾ നമ്മൾ കൊടുക്കാത്ത 2 കാര്യങ്ങൾ നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ ആദ്യം നോക്കേണ്ടത് ഫേമിന്റെ ടോട്ടലാണ്. ഫേമിന്റെ കോളത്തിൽ ഇത് എവിടെ വരും? ക്രെഡിറ്റിലല്ലേ വരിക? ഡ്രോയിങ്സ് ക്രെഡിറ്റിലാണ് വരിക. ഈ 2,500, 3,000, 1,500 ടോട്ടൽ വരുന്നത്, ടോട്ടൽ എത്രയും വരിക? 7,000 വരും. അതവിടെ എഴുതി. ഇനി നമുക്ക് ടോട്ടൽ നോക്കാം, എവിടെയാണ് ഡിഫറൻസ് ഉള്ളത്. ഇവിടെ നമുക്ക് 40,000 ഫേമിൽ വരും. അപ്പൊ ഫേമിന്റെ ഈ സൈഡ് എത്ര വരണം? 40,000 വരണം. അപ്പൊ എവിടെയാണ് കുറവ്? ക്രെഡിറ്റിലാണ് കുറവ്, 33,000. ക്രെഡിറ്റിലാണ് എമൗണ്ട് വരുന്നെങ്കിൽ അതെന്തായിരിക്കും? ലോസ് ആയിരിക്കും. ആ ലോസ് നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. ലോസ് ഷെയർ. എത്ര നമ്മുടെ ലോസ് എന്നും കൂടി ബ്രാക്കറ്റിൽ കൊടുക്കണം. 33,000. ഏത് റേഷ്യോയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക? ഓൾഡ് റേഷ്യോയിലാണ്, 2:1. അപ്പൊ ലോസ് ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഡെബിറ്റ് സൈഡിൽ എത്ര വരും ലോസ്? ഷെയർ ചെയ്താൽ 13,200. ഇവിടെയും വരും 13,200. ആൻഡ് ഇവിടെയും വരും എന്ത്? ഒരു എമൗണ്ട്, ദാറ്റ് ഈസ് 6,600. അപ്പൊ ലോസ് നമ്മൾ ഷെയർ ചെയ്ത്. ഇനി നമ്മൾ ആശയുടെ ക്യാപിറ്റലിന്റെ ഡെബിറ്റും ക്രെഡിറ്റും കൂട്ടും. ആശയുടെ ക്യാപിറ്റലിന്റെ ഡെബിറ്റ് 15,700 ഇത് 16,000 ആണ് വരിക. അപ്പൊ ഏത് കോളാ കൂടുതൽ? ഏത് കോളാ കൂടുതൽ നോക്കൂ. ഏത് കോളാ കൂടുതൽ? ക്രെഡിറ്റ് കൂടുതലും ഡെബിറ്റ് കുറവാണ് അല്ലെ? അപ്പൊ കൂടുതലുള്ള സൈഡ് ഏതാന്ന് എഴുതാം. എവിടെയാണോ കൂടുതലുള്ളത് ആ സൈഡ് എഴുതുക. എത്ര കൂടുതൽ? ഒരു 300 രൂപ കൂടുതലാണ്. അപ്പൊ 300 ബ്രാക്കറ്റില് ക്രെഡിറ്റ്. ഇനി നിഷയുടെ കോളത്തിന്റെ ടോട്ടൽ നോക്കുമ്പോൾ ഡെബിറ്റിന്റെ ടോട്ടൽ 16,200 മറ്റേത് 14,000 വരും. അപ്പൊ എവിടെയാ കൂടുതൽ? ഇവിടെ നമുക്ക് ഡെബിറ്റ് ആണ് കൂടുതൽ അല്ലെ? അപ്പൊ ഡെബിറ്റിൽ എത്ര കൂടുതൽ എഴുതാം? 2,200 ബ്രാക്കറ്റിൽ ഡെബിറ്റ്. എവിടെയാ കൂടുതലുള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവാനാണ്. പിന്നെ ദിശയുടെ കേസിൽ ഇവിടെ നമുക്ക് വരുന്നത് എത്ര വരും? ദിശയുടെ കേസിൽ 8,100 വരും. ഇവിടെ നമുക്ക് 10,000 വരും. അപ്പൊ ഇവിടെ എവിടെയാ കൂടുതൽ? ഇവിടെ നമുക്ക് ക്രെഡിറ്റിലാണ് കൂടുതൽ. എത്രയാ കൂടുതൽ? 1,900. അപ്പൊ അത് ബ്രാക്കറ്റിൽ CR എന്നിട്ട് എഴുതാം. ഇനി ജേണലിന്റെ എഴുതുമ്പോൾ ഒന്നും ചിന്തിക്കാനില്ല. ഏതാ ഡെബിറ്റ്? നിഷയല്ലേ? അപ്പൊ നിഷയുടെ എഴുതാം ആദ്യം. നിഷാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ്. എത്രയാ വന്നത്? നിഷാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ഹൗ മച്ച്? 2,200. ടു ആശാസ് ക്യാപിറ്റൽ അക്കൗണ്ട്
ആശാസ് ക്യാപിറ്റൽ അക്കൗണ്ട് എത്ര വരുന്നത്? 300 and to ദിശാസ് ക്യാപിറ്റൽ അക്കൗണ്ട് 1009. ഇങ്ങനെ വരും. മനസ്സിലായോ? ഇങ്ങനെ നമ്മൾ റെക്ടിഫൈ ചെയ്യും. ഓക്കെ, ഇതാണ് അഡ്ജസ്റ്റ്മെന്റ് ജേർണൽ.